പിന്നെ ആദ്യം ഒരു താല്പര്യമായിരുന്നു ഒരു തിയേറ്റർ വേണം എന്നുള്ളത്. പിന്നീട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ടു. അതിൻ്റെ ഒരു ഔട്ട്പുട്ടൊക്കെ കണ്ടു. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ മാച്ച് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. നല്ല പ്രോംപ്റ്റ് സർവീസാണ്. ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീം ക്ലൈമാക്സ് ഇന്ന് വന്നിരിക്കുന്നത് ആലുവ ദേശത്താണ്. ഇവിടെയാണ് നമ്മൾ ജസീം സാറിന് വേണ്ടിയിട്ട് JBL 5.1.2 പാക്കേജിൽ തീർത്ത ഒരു ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. കാണുമ്പോൾ തന്നെ നമ്മളൊരു വാം ടോണാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് കുറച്ചൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു കളറാണ്. നമുക്ക് സിനിമ കാണാൻ നേരത്തെ മാത്രമല്ല, നമുക്ക് നോർമലി കയറി ഇരിക്കുമ്പോഴായാലും നമുക്കൊരു കംഫി ഫീൽ തന്നെ തരുന്നൊരു കളർ കോമ്പിനേഷനാണ്. ത്രൂ ഔട്ട് വാൾ ആയിക്കോട്ടെ, ഫ്ലോർ ആയിക്കോട്ടെ, ഈവൻ റിക്ലൈനർ ചെയർസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ത്രൂ ഔട്ട് ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തിയേറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ വാൾസിൽ ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ബേജ് ഷെയ്ഡും അതിനോടൊപ്പം തന്നെ കോംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രീം ഷെയ്ഡും. ഈ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് കയറുമ്പോഴായാലും അല്ല, നമ്മൾ മൂവി കാണാണ്ട് ഈവൻ ഒന്ന് റിലാക്സിങ് ആയിട്ടോ എന്തെങ്കിലും വായിക്കാൻ ഇരിക്കുമ്പോഴായാലും കൂടിയായാലും ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഡിസൈനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. വാം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു കംഫി ഫീൽ, ഒരു വാമിങ് അറ്റ്മോസ്ഫിയർ കിട്ടാനായിട്ട് സീലിംഗിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 1 watt LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റം ബിൽഡ് AVR ആക്കി മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. അതിലാണ് നമ്മുടെ AVRും ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഹിഡനായിട്ടിരിക്കുന്നത്. റൂമിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14x13 എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് സ്പേസിലാണ് ഈ ഒരു ഡയമെൻഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള 5.1.2 കൺസിഡറേഷൻ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ താമസിച്ച വീട്ടിൽ മുകളിൽ അപ്സ്റ്റെയറിൽ ജനറൽ ഫാമിലി ലിവിങ്ങിലായിരുന്നു തിയേറ്റർ ഉണ്ടായിരുന്നത്. അതിങ്ങനെ കൺസീൽഡ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ആദ്യം ഒരു താല്പര്യമായിരുന്നു ഒരു തിയേറ്റർ വേണം എന്നുള്ളത്. പല വെൻഡേഴ്സായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമായിരുന്നു ഇതിൻ്റെ വീടിൻ്റെ ഒരു ഗ്രാജുവലായിട്ട് വർക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്. പിന്നീട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ടു. അതിൻ്റെ ഒരു ഔട്ട്പുട്ടൊക്കെ കണ്ടു. പിന്നെ ഒരു രാത്രി അതിൽ അനന്തമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തു. രാത്രി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് ശേഷമായിരുന്നു. പക്ഷേ സഡൻ റെസ്പോൺസ് ആയിരുന്നു. പിന്നീട് അപ്പോൾ തുടർന്ന് ക്വിക്കായിട്ടായിരുന്നു ഓരോ ഫീഡ്ബാക്കുകൾ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ പലവിധ ഡിസൈൻസും ഇൻറ്റീരിയേഴ്സിൻ്റെയും എല്ലാം കൂടി ഡിസ്കസ് ചെയ്തു. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ മാച്ച് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. നല്ല പ്രോംപ്റ്റ് സർവീസാണ്. ടൈം ബൗണ്ട് വെച്ച് കൃത്യമായിട്ട് എല്ലാം ഷെഡ്യൂൾ വെച്ച കാര്യം തന്നെ എല്ലാം കൃത്യമായിട്ട് തീർത്ത് തന്നിട്ടുണ്ട്. വളരെ നല്ല സർവീസാണ്. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്ത് ബാക്കിയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് JBL ഒരു സ്പീക്കർ പാക്കേജാണ്. LCR ആയിക്കോട്ടെ, സൈഡ് സറൗണ്ട് ആയിക്കോട്ടെ, അറ്റ്മോസ് ആയിക്കോട്ടെ, ഈവൻ സബ്വൂഫറടക്കം നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി JBL സ്പീക്കർ പാക്കേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു മൂവി ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ, ഏതൊരു മൂവിയും മ്യൂസിക് നമുക്ക് എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു സെയിം സൗണ്ട് സിഗ്നേച്ചർ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന LCR എന്ന് പറയുന്ന JBL സ്റ്റേജ് സീരീസിൽ വരുന്ന 250W എന്ന് പറയുന്ന മോഡലാണ്. ഒരു 5.25 ഇഞ്ചിൻ്റെ ഡ്യുവൽ ഡ്രൈവ് വരുന്ന ഒരു 2-way സ്പീക്കറാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സറൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JBL റെവൽ സീരീസിൽ വരുന്ന W263 എന്ന് പറയുന്ന മോഡൽ 2 സൈഡ് സറൗണ്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറ്റ്മോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന JBL അരീന സീരീസിൽ വരുന്ന 6.5 ഇഞ്ച് വരുന്ന 6IC എന്ന് പറയുന്ന മോഡലും കൊടുത്തിട്ടുണ്ട്. സബ്വൂഫറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 14-13 റൂമിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 200 വാട്ട്സ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഇഞ്ച് സബ്വൂഫറാണ്. JBL സ്റ്റേജ് 200p എന്ന സബ്വൂഫറാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊജക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബെൻക്യുവിൻ്റെ അപ്ഡേറ്റഡ് മോഡലായിട്ടുള്ള TK705 എന്ന് പറയുന്ന ഒരു 4K LED പ്രൊജക്ടറാണ്. അപ്പോൾ എൻട്രി ലെവൽ പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഹോം സിനിമ സെഗ്മെന്റ് പ്രൊജക്ടർ ആയതുകൊണ്ടും നമുക്ക് ഈ ഒരു തിയേറ്ററിൽ എന്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ് ഈ ബെൻക്യുവിൻ്റെ ഈ പറയുന്ന മോഡൽ എന്ന്. ബെൻക്യുവിൻ്റെ ഈ വരുന്ന വിഷ്വൽസ് നമ്മളെ കാണാനായിട്ട് സഹായിക്കുന്നത് L8ൻ്റെ 120 ഇഞ്ച് വരുന്ന അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് 4K സ്ക്രീനാണ്. ഒരു സിംഗിൾ റോ സീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ആ മൂവി കാണുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും തന്നെ ഉണ്ടാവുന്നില്ല. ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷനും ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു റൂമിൽ 5.1.2 സജസ്റ്റ് ചെയ്തു. അതിനൊപ്പം തന്നെ വിത്ത് ഒരു 120 ഇഞ്ച് സ്ക്രീൻ നമ്മൾ പെയർ ചെയ്തു. ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറയുന്ന ഡെനോണിൻ്റെ 1800 എന്ന് പറയുന്ന മോഡലാണ്. ഒരു 7.2 ചാനലായ AVR തന്നെയാണ് ഈ ഒരു റൂമിലേക്കുള്ള ഒരു പെർഫെക്റ്റ് ചോയ്സ്. ഈ ഒരു തിയേറ്ററിലേക്ക് നമുക്ക് മീഡിയ പ്ലെയർ നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്പിൾ TVയുടെ 4K പ്ലെയർ ആണ്. ടോട്ടലി ഈ ഒരു തിയേറ്ററിൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന 4 റിക്ലൈനർ ചെയർസ് ആണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ തിയേറ്റേഴ്സും പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം റേസ് ചെയ്തതിന് ശേഷമാണ് ഈ റിക്ലൈനേഴ്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഉപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ കണ്ടപ്പോഴാണ് ഉപ്പാക്ക് ഈ ആഗ്രഹം വന്നത്. കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
ഇപ്പോൾ ഈ ടീം ചെയ്തപ്പോൾ ഇവിടുത്തെ സൗണ്ടും പ്രൊജക്ടറിൽ കൂടെ വരുന്ന ക്ലാരിറ്റിയും എല്ലാം ഇഷ്ടമായി. കറക്റ്റ് ആ തിയേറ്ററിൽ പോയിരിക്കണ പോലത്തെ ഒരു ഫീലുണ്ട്. ഈ അടുത്തായിട്ട് ഇവിടെ കണ്ട സിനിമ എന്ന് വെച്ചാൽ സർവ്വമ്മയായിരുന്നു. ഞാൻ ഓൾറെഡി തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആ ഒരു ഫീലിൽ തന്നെ ഫാമിലീനായിട്ട് കൂട്ടിരുന്ന് കാണാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലൊരു ഡ്രീം ഹോം തിയേറ്ററാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഡു കോൺടാക്ട് ക്ലൈമാക്സ് സിനിമാസ്.